മനുഷ്യൻ മാലാഖയായി മാറിയ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി കടലുണ്ടി 2001 ജനുവരി 22 കടലുണ്ടി ട്രെയിൻ അപകടം നടന്നു. അതിൻ്റെ സ്മരണാർത്ഥമുള്ള ദൃശ്യങ്ങളാണ് നാം കണ്ടത്. അപ്പോൾ നമ്മൾ കടലുണ്ടിയിലോട്ട് പോകുന്നതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എക്സലേറ്ററിൽ കയറിയിട്ടില്ല. അപ്പോൾ എക്സലേറ്ററിലും കൂടെ ഒന്ന് കയറി. അപ്പോൾ ട്രെയിൻ വരുന്നതിൻ്റെ കാഴ്ചകളാണ്. നമുക്ക് പോകേണ്ട ട്രെയിനാണ് വരുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രാത്രി യാത്രകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ നമ്മൾ കോഴിക്കോട് ആണ് ഇറങ്ങിയത്. അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ തന്നെ കടലുണ്ടിയിലോട്ട് പോകുകയാണ്. അപ്പോൾ കടലുണ്ടിയിലോട്ട് നമ്മൾ കോഴിക്കോടിൽ നിന്ന് ട്രെയിൻ കയറി യാത്ര തുടർന്നു. അപ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പുഴകളും കടലുകളും അതുപോലുള്ള നിരവധി കാഴ്ചകൾ കണ്ട് നമ്മൾ കടലുണ്ടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ കടലുണ്ടിയുടെ മനോഹാരിത, പ്രകൃതി ഭംഗി നമുക്ക് കാണാൻ സാധിച്ചു. നീല കളറിലുള്ള പൂക്കളാണ് നമുക്ക് വളരെ ആകർഷകമായി തോന്നിയ പൂക്കളാണ്. കണ്ണിൻ്റെ നയനമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ടായിരുന്നു. ആ പാർക്കിലോട്ട് കയറി. ആ പാലങ്ങൾ തകർന്ന അവസ്ഥയിൽ തന്നെ ഒരു വള്ളവും അവിടെയുണ്ട്. വളരെ കണ്ടൽക്കാടുകളെ ഓർമ്മിപ്പിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഒരു കടലുണ്ടിയിലെത്തി. അപ്പോൾ നമ്മൾ ഒരു തോണിയിൽ യാത്ര തിരിച്ചു. അങ്ങനെ തോണിയിൽ യാത്ര തിരിച്ച് ഒരു ലൈഫ് ജാക്കറ്റൊക്കെ തന്നു. ലൈഫ് ജാക്കറ്റൊക്കെ എടുക്കുന്നതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുകൂടെയുള്ള പാലത്തിൽ കൂടെ വന്ദേ ഭാരത് ട്രെയിൻ പോകുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് യാത്ര തുടർന്നു. കടലുണ്ടി അഴിമുഖത്തുകൂടെയുള്ള യാത്ര വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇടുകയാണ്. ആദ്യമായിട്ട് ലൈഫ് ജാക്കറ്റ് ഇടുന്നതിൻ്റെ ക്ഷീണമൊക്കെ ആ മുഖത്തുണ്ട്. അപ്പോൾ ഓളപ്പരപ്പുകളിലൂടെ മീനുകൾ ചാടിക്കളിക്കുന്നതിൻ്റെ കാഴ്ചകളാണ്. നമ്മുടെ തോണി സഞ്ചരിക്കുന്നതിനനുസരിച്ച് മീനുകൾ ചാടിക്കളിക്കുന്നു. നമ്മുടെ ഇവിടെയൊന്നും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കാഴ്ച തന്നെ കാണുന്നത്. അപ്പോൾ കടലുണ്ടിയിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. ഓളപ്പരപ്പിലൂടെ ചാടിക്കളിക്കുന്ന പരൽ മീനിൻ്റെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ വളരെ സാവധാനം കണ്ട ചാടിക്കളിക്കുന്നുണ്ട്. ചാടി അതാ മുകളിലോട്ട് അതാ പോയി വീഴുന്നു. അപ്പോൾ വീണ്ടും അത് ചാടിപ്പോകുന്നുണ്ട്. നിറച്ച് പരൽ മീനുകൾ. നമ്മുടെ തോണി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പരൽ മീനുകൾ ചാടിപ്പോകുന്നതിൻ്റെ കാഴ്ചകളാണ്. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഇതുപോലത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തണം. കണ്ട വളരെ മനോഹരമായിട്ട് തന്നെയാണ് മത്സ്യങ്ങൾ ചാടിപ്പോകുന്നത്. അത്യാവശ്യം സൈസുള്ള മീനുകളും ഇതിൻ്റെ കൂടെ ചാടിപ്പോകുന്നുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്നറിയില്ല. നമ്മൾ അഴിമുഖത്ത് കൂടി തോണിയിൽ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് കടൽപ്പാലം കാണാം. വഴിന്ന് നമ്മൾ നേരെ അഴിമുഖത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മളെ അഴിമുഖം. തൊട്ടടുത്ത് കടലാണ്. അപ്പോൾ കടലുണ്ടി പാലമാണ് കാണുന്നത്. ഇത് ബസ്സൊക്കെ പോകുന്ന പാലമാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഐലൻഡിൽ നിന്നും വീണ്ടും തോണി തുഴങ്ങി പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ ഐലൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കണ്ടൽക്കാടുകളും നിരവധി 12ഓളം കണ്ടൽക്കാടുകളാണ് നമ്മൾ കണ്ടത്. അതിന് ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ പേരുകളുണ്ട്. ആ പേരുകളൊക്കെ ഞാൻ കുറച്ചൊക്കെ മറന്നുപോയി. സ്റ്റാർ കണ്ടൽക്കാട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് ട്രെയിൻ പോകുന്നതിൻ്റെ തൊട്ടടുത്തെത്തി. നമ്മുടെ വള്ളം തൊട്ടടുത്തെത്തി. തൊട്ട് മുകളിൽ കൂടെയാണ് പാലം. കുറച്ചുകൂടെ മുന്നോട്ടെത്തിയിരുന്നെങ്കിൽ നമ്മൾ പാലത്തിൻ്റെ അടിയിലെത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിൻ പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലും ഇവിടെയാണ് പണ്ട് കടലുണ്ടി അപകടം നടന്നതെന്നാണ് നമ്മുടെ തോണിക്കാരൻ ചേട്ടൻ പറഞ്ഞു തന്നത്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. തൊട്ടടുത്ത്
ഫോട്ടോസൊക്കെ എടുക്കുന്നതിലേക്ക് അടുത്തൊരു തോണി കൊണ്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ കരുതി അവളങ്ങനെ ഇരിക്കുകയാണ്. എനിക്കും കുറച്ച് ഫോട്ടോ എടുത്ത് തരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്, നോക്കി ചിരിച്ച്. ഇതിപ്പം എനിക്ക് ഫോട്ടോ എടുത്ത് തരണ ഒരു ലക്ഷണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത ആളെത്തി. എനിക്കെങ്കിലും എടുത്തു തരൂ. ഇങ്ങനെ വളരെ വിശാലമായിട്ട് പുഴയിൽ കിടന്ന് പോവുകയാണ് തോണിയിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര, അതും വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്ത് അടുത്ത കണ്ടൽക്കാട് എത്തി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടൽക്കാടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒതുക്കി നിർത്തിയിരിക്കാം. വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് അകത്തോട്ട് ഒന്നും പോകാൻ സാധിക്കില്ല. ഇതിൽ ഏകദേശം 2 അടിയോളം വെള്ളം ഇനിയും ഉയർന്നു നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായ കണ്ടൽക്കാട്ടിലെ കാഴ്ചകളാണ്. അപ്പോൾ തൊട്ടടുത്തുകൂടെ തന്നെ പാലം കടന്നു പോകുന്നു. അപ്പോൾ വള്ളത്തിലെ കാഴ്ചകളുണ്ട്, മനോഹരമാണ്. എന്നും ഒരിക്കൽ വന്നാൽ പിന്നെ വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് പോകുന്നവർ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്പോട്ടാണ് കടലുണ്ടി. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ ഈ സ്പോട്ടിൽ കൂടെ ഒന്ന് പോകണം. അവിടെ പോയി വള്ളത്തിൽ യാത്ര ചെയ്യണം. തോണിയിലുള്ള യാത്ര വളരെ മനോഹരമാണ്. തൊട്ടടുത്ത് കാണുന്ന പ്രകൃതി മനോഹരമായ കാഴ്ചകളും വളരെ വ്യത്യസ്തമാണ്. അതോടൊപ്പം നമുക്ക് ഒരുപാട് കാണാൻ പറ്റും, ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും. ദേശാടന പക്ഷികളൊക്കെ വരുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ തന്നെ ഏകദേശം 10-20ഓളം വ്യത്യസ്തമായ ഇനത്തിലുള്ള കൊക്കുകളൊക്കെ വരുന്നൊരു സ്ഥലമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് പക്ഷികളൊക്കെ കണ്ടു, എന്നാലും അത്രത്തോളം ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ പാലത്തിൽ കൂടി ട്രെയിൻ പോവുകയാണ്. നമ്മൾ പാലം കടന്ന് വന്നു തിരിച്ചു വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ കൊക്ക്, അത് ഒരു വെറൈറ്റി ഇനത്തിൽപ്പെട്ടൊരു കൊക്കെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു കൊക്കാണ്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വീടിൻ്റെ കാഴ്ചകളും മനോഹരമാണ്. അപ്പോൾ നമുക്ക് കൊക്ക് കാഴ്ചകളാണ്. അപ്പോൾ ഏകദേശം ആ മതിൽ കെട്ടിയിരിക്കുന്ന അതുവരെ വേലിയേറ്റ സമയത്ത് വെള്ളം കയറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ കാഴ്ചകളും അതുപോലെ നമുക്കുള്ള റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് കോഴിക്കോടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കോഴിക്കോട് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ മിഠായി തെരുവിൽ പോകണം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാലം കൂടിയാണ്. അവിടെ ഒരുപാട് നദികളൊക്കെ ഉണ്ട്. ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു പാലത്തിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. പാലം കടന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മിഠായി തെരുവിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അവിടെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. അതിൻ്റെ കോഴിക്കോടിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ഒരു കുളമാണ്. ആ കുളത്തിലെ കാഴ്ചകൾ എന്നും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. SM സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. വളരെ തിരക്കേറിയൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസേ എടുക്കുന്നുള്ളൂ, കാരണം ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.